ഇന്നൊരു ബീഫ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് ഞാൻ വരുന്നത്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ മാതിരിയോ ഇന്ന് വേറൊരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കൂടി. അതിനായിട്ട് നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പകുതി സാധാ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വലുപ്പത്തിലും പകുതി കുറച്ച് വലിയ പീസാക്കിയിട്ടുമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. വലിയ പീസും ചെറിയ പീസും ഒരുമിച്ചാണ് വേവിക്കുന്നത്. വേവിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വലിയ പീസ് ഞാൻ മാറ്റിയെടുക്കും. എന്തിനാന്ന് വെച്ചാൽ ഇപ്പം നാളെ സ്കൂൾ തുറക്കുകയാണല്ലോ. സ്കൂൾ തുറക്കുമ്പോൾ ഈ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പല പണികളും ചെയ്യേണ്ടി വരും. ഒരു ലഞ്ച് ബോക്സിലേക്കുള്ളതൊക്കെ റെഡി ആക്കണമല്ലോ. അപ്പോൾ ഇതങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ബാക്കി ഇത് അത്ര വലുപ്പത്തിലാണ് കട്ട് ചെയ്തത്. ഇത് ഞാൻ വെന്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ട്രിക്ക് ഞാൻ ഉപയോഗിക്കും. അത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നാളെ ചെയ്യുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഒരുമിച്ച് കഴുകി വൃത്തിയാക്കി വേവിക്കാൻ പോവാം കേട്ടോ. ഇത്ര വലുപ്പത്തിൽ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനത്തെ ട്രിക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ. ഇതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പോവാണേ. പൊടികളൊക്കെ ചേർക്കാണ്. ആദ്യം ഉപ്പിട്ടു, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി 1/2 ടീസ്പൂൺ കേട്ടോ രണ്ടും, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഇത് ബിരിയാണി മസാല ആണ്. പാത്ത് വെള്ളം ഒഴിച്ചിട്ട് ബിരിയാണി മസാലയിലേക്ക് പാത്ത് വെള്ളം ഒഴിച്ചത് ഇതാ നനഞ്ഞിരിക്കുന്നു. ഒരു നുള്ളു കുരുമുളക് പൊടി. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇനി വേവിച്ചെടുക്കുക കേട്ടോ. ബീഫ് വേവുന്ന ടൈമിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കറിവേപ്പിലൊക്കെ ശോഷിച്ച് പോയിട്ടുണ്ട്. മല്ലിയിലയും തക്കാളി ഇതിൽ ആവശ്യമില്ല കേട്ടോ. ഇത് ബീഫ് ഫ്രൈ ആണ്, അതുകൊണ്ട് തക്കാളി ആവശ്യമില്ല. ഇതെല്ലാം കൂടി ഇനി ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് ഉലുവ പൊട്ടിച്ചെടുക്കുക. പൊട്ടി കഴിഞ്ഞിട്ട് ഉള്ളി കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉള്ളി വാടി വന്നിട്ടേ ഇനി പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, മല്ലിയില എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി നേരത്തെ ബീഫിലേക്ക് ഇട്ട പോലെ കുറച്ചൊക്കെ മസാലകൾ ഈ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബിരിയാണി മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് 1/2 ടീസ്പൂൺ അങ്ങനെ മതി കേട്ടോ. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇതാ ബീഫ് മസാല ഇത് ചേർത്ത് കൊടുക്കാൻ പോവാണേ. ബീഫ് മസാല കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഈ വലിയ പീസൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കാണേ. അത് വേറൊരു ആവശ്യത്തിനുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടിരുന്നത്. ഇത് ഞാൻ മാറ്റി വെക്കാൻ പോകുന്നു. ഇതിനി ഒന്ന് വഴറ്റിയെടുക്കുകയാണേ. കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രേവി ആയി കിട്ടും ചെയ്യും കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ. അതുകൊണ്ട് ഞാൻ ആ വെള്ളത്തോടൊക്കെ തന്നെ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം വെക്കാണ്ടാണ് ഞാൻ ബീഫ് വേവിച്ചത്, പക്ഷെ അതിൽ വെള്ളം ഉണ്ടായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വെന്തിട്ട് ഒന്ന് കുറച്ചൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ.